ധർമ്മപുത്രരെ കളിപ്പിക്കാനുള്ള ബുദ്ധി അറിഞ്ഞില്ല. എന്നാ അങ്ങനെയാവട്ടെ, ധർമ്മപുത്രരുടെ അടുത്തേക്ക് അങ്ങോട്ട് പുറപ്പെട്ടില്ലേ ദുർവാസാവും ശിഷ്യന്മാരും കൂടി. നാരായണ നാരായണ നാരാ ആ വരവ് അങ്ങനെ കണ്ടു ധർമ്മപുത്ര. ഇത് ആരായി വരണേ, വരൂ വരൂ. അവിടെ നിന്ന് ആരും വരുന്നില്ലല്ലേ, അവിടെ അങ്ങോട്ട് നോക്കാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ ദുർവാസാവനെ കൊണ്ടുവരാൻ പോയില്ലേ? വരൂ 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 വിളിച്ചു, നമസ്കരിച്ചു. മഹർഷേ, സംസാരിച്ചിട്ടുള്ള സമയമല്ല, നല്ലോണം വിസ്കുണ്ടാവും അല്ലേ? കാലം നീട്ടി ഇവിടെ ഒന്ന് കിടക്കുക. വേഗം കുളിച്ചിട്ട് വരും, ഊണി ഇങ്ങനെ വേണം. സ്ത്രീകളൊക്കെ കെട്ടിപ്പിടിച്ചു. നിങ്ങളുടെ ഭവനത്തിൽ ഒരാൾ വന്നാൽ എങ്ങനെയാ സ്വീകരിക്കുക? ഇന്ന സ്ഥലത്ത് നിന്നാ ആ അവിടെ ആ പറ്റിയാളുണ്ടോ? പറയല്ല. ആരെങ്കിലും ആണുങ്ങളെ കണ്ടുപിടിക്കണം. ആരെങ്കിലും വന്നാൽ ആ നമസ്കാരം കൈ പിടിച്ച് 4 കുരുക്കാതെ കൈ കഴിഞ്ഞിട്ട് ഊണില്ല. ഞാൻ ഭക്ഷണം കഴിച്ചതാ. ഇവിടെ വന്നാൽ ഉണ്ണാൻ്റെ ഇവിടെ ഇല്ല, കൈ കഴിഞ്ഞ് വരും. അടുക്കളയിൽ വല്ലതും ഉണ്ടാക്കിയിട്ടോ നോക്കൊന്നുമില്ല, ക്ഷണിക്കൽ കഴിയും. അവൻ കൈ എഴുതാൻ പോയാൽ ഭർത്താവ് അടുക്കളയിലേക്ക് ഓടിച്ചു ഭാര്യയുടെ അടുത്ത്. എന്തെങ്കിലും പറയണേ, അതിന് തന്നെ നിങ്ങൾ പറഞ്ഞ ഒന്നും മനസ്സിലായപ്പോഴും ഒരാൾ വന്നിട്ട് തലകുത്തിരിക്കണം. അതിനെ കണ്ടാൽ തന്നെ പേടിച്ചു പോയിക്കോളും. ഞാൻ എന്താ വേണ്ടേ? അയാളുടെ ചോറൂട് കഴിഞ്ഞിട്ടില്ല. അത്ര കുട്ടിയാണോ? എടി അയാൾ ഊണ് കഴിച്ചിട്ടില്ല. നീ ഉറക്കം ലക്കള കൂട്ടാണ്ടിരിക്കുക. പതുക്കെ പറയും. ഞാൻ ഉറക്കം പറയും. അത് കേട്ടാ വന്നവൻ അപ്പൊ തന്നെ എനിക്ക് പോകും. ഒരു കാര്യം ചെയ്യ, എനിക്ക് വെച്ചേക്കണ അദ്ദേഹത്തിന് കൊടുക്കാൻ. എനിക്ക് വെച്ചേക്കണത് അങ്ങേർക്ക് കൊടുക്കാൻ. അങ്ങനെ ഇവിടെ വെച്ചിട്ടില്ല, എനിക്ക് തന്നെ വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സ്ത്രീകള് സ്നേഹമുള്ളവരാണ്. സ്നേഹിച്ചു തലയായിട്ടുള്ള ഒരു വിഷമം. പുരുഷന്മാരെക്കാൾ ഇരട്ടി ബുദ്ധിയാണ് സ്ത്രീകൾക്ക്. അപ്പൊ കണ്ടാൽ മന്ദബുദ്ധികളെന്ന് തോന്നില്ലേ? അത് തന്നെ അവരുടെ ബുദ്ധിയാണ്. കുരുട്ടു ബുദ്ധിയും അവർക്കാ കൂടുതൽ. ആരെങ്കിലും ഭവനത്തിൽ വന്നാൽ അപ്പം എന്താ ചെയ്യുക? ആകെ ഒരു കൂട്ടാനേ ഉണ്ടാവുള്ളൂ. അപ്പം എന്ത് ചെയ്യും? ആ കൂട്ടാൻ്റെ വെള്ളം ഊറ്റി എന്നിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിക്കും. എന്നിട്ട് ഇത്തിരി കരിവേപ്പില പറിച്ച് എൻ്റെ ഭഗവതി നശിച്ചു പോട്ടെ. രണ്ടാമത്തെ കൂട്ടാൻ. ആദ്യത്തെ കൂട്ടാൻ്റെ കഷ്ണം അമ്മിമ കൊണ്ടായിരിക്കും. എന്നിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കാണിച്ചാൽ ഒന്നാന്തരം ചമ്മന്തി. കൂട്ടണ ഇങ്ങനത്തെ കൂട്ടിയിട്ടില്ല കേട്ടോ, ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. തലേ ദിവസത്തെ കൂട്ടാൻ്റെ വെള്ളവും ഇന്നത്തെ കൂട്ടാൻ്റെ കഷ്ണം കൂടി കൂട്ടി ഇളക്കി അടുത്ത കൂട്ടാൻ. അമ്മമാരൊക്കെ ചിരിക്കുക, നാളെ ആവട്ടെ. അരുതോ, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ചിലവ് ഇറക്കാനൊന്നും പോയി, ചിലർ ഇതൊന്നും പോയില്ല. എന്ത് ചോദിച്ചാൽ അടുത്ത ഭവനം ഇറങ്ങി കൊണ്ടുവരാം. അവിടെ ചെല്ലും. കുറച്ച് ഓലം തരാം. ഇവിടെ ദ്രൗപതിയുടെ അവസ്ഥ എന്താ? 10,000 സന്യാസിമാരെ ധർമ്മപുത്രര് കുളിക്കാനായിട്ട് പറഞ്ഞയച്ചു. വേഗം കുളിച്ചു വരൂ, വിഭവസമർത്ഥമായ സദ്യകരായിരിക്കണു. ഒരു വറ്റ ചോറില്ല അവിടെ. എല്ലാവരും ഉണ്ണാൻ വന്ന ഇലയിട്ട് പാഞ്ചാലി ചോറ് വിളമ്പുക എന്നാണ് പറഞ്ഞാൽ എന്താ കൊടുക്കണ്ടേന്ന് അറിയില്ല. ഒട്ടും മാന്തിച്ചില്ല പാഞ്ചാലി. 2 കയ്യും കൂപ്പി വിശ്വനാഥനായ ശ്രീകൃഷ്ണനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ഹാ കൃഷ്ണ ദ്വാരകാവാസിൻ ക്വാസി യാദവനന്ദന മാമവസ്ഥാം സംപ്രാപ്താം അനാഥാം കിമുപേക്ഷസേ. കൃഷ്ണ, ഈ അനാഥെ ആരോരും ഇല്ലാത്ത ഈ ദ്രൗപദിക്ക് അവിടുന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണ, അതിനെ ഉപേക്ഷിക്കരുത്. അവരുണ്ടാകുന്നത് ഒരു പറ്റ ചോറില്ല. 4 വശവും കത്തിപ്പടരുന്ന കാട്ടുതീയിൻ്റെ നടുക്ക് ഒരു മാൻവേടെ ചെന്ന് വെട്ടാൽ എന്താ അതിൻ്റെ അവസ്ഥ? അതുപോലെ ദുഃഖതപ്പയായി ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിച്ച് കൃഷ്ണ ഹരേ നാരായണ മാധവ കണ്ണാ കണ്ണാ കണ്ണാ
ഭഗവാനെ വിളിച്ചു. ഭഗവാനുണ്ടോ വിഷമം? അവിടെ പ്രത്യക്ഷപ്പെട്ടു. കണ്ണോട് നോക്കുമ്പോൾ മുമ്പിൽ കൃഷ്ണ. കൃഷ്ണ 10,000 സന്യാസിമാർ കുളിക്കാൻ പോയി. കൃഷ്ണട്ട് പോയി. പാഞ്ചാലി സംഭാഷണമൊക്കെ പിന്നെയാവും. ക്ഷുദ്ധിയ അതേ വിഷ്ണുട്ട് വയ്യ. എന്തെങ്കിലും തരും. നീ എത്ര എണ്ണയിൽ തിന്നു? എനിക്ക് കണ്ടോ? അപ്പം അങ്ങോട്ട് നോക്ക്. വിഷ്ണുട്ട് വയ്യ, എന്തെങ്കിലും തരും ചോദിച്ചിട്ട്. കൃഷ്ണ അവിടെ ഒന്നും നിൽക്കുന്നില്ല. അങ്ങനെ പറയും. ഇവരൊക്കെ ഉണ്ട സ്ഥലമല്ലേ? ഇത് നിൽക്കണുണ്ടോ ഭീമസേന? അവന് തന്നെ വേണം 10 ആളുടെ ചോറ്. അവർക്കൊക്കെ ഭക്ഷണം നമ്മുടെ ഉണ്ടായിട്ട് എനിക്ക് ഭക്ഷണമില്ല. എന്തെങ്കിലും ചോറില്ലെങ്കിൽ വേണ്ട ലേശം കൂട്ടാൻ. കൃഷ്ണ ഇവിടെ ഒന്നും ഇരിക്കണില്ല. ആ പാത്രം ഒന്ന് കൊണ്ടുവരോ, ഞാനൊന്ന് കാണട്ടെ എന്നാ. കൃഷ്ണന്റെ മുമ്പിലേക്ക് ആ അക്ഷയപാത്രം കൊണ്ട് പാഞ്ചാലി. എൻ്റെ കൃഷ്ണ, അവിടെ നിന്ന് എൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടി യാചിക്കുമ്പോൾ എൻ്റെ ഭഗവാന് തരാണ്ട് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നല്ലേ ആ പാത്രം എടുക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കഴിച്ചോളൂ കൃഷ്ണ, ഇതിൽ വല്ലതും ഉണ്ടെങ്കിൽ. ഭഗവാന്റെ മുമ്പിലേക്ക് അക്ഷയപാത്രം നീട്ടി അതിലേക്ക് നോക്കുമ്പോൾ സ്ഥാലീരത്നം ശശാകം പറ്റി പിടിച്ചിരിക്കുക ഒരു ചീരയുടെ ഇല. പാഞ്ചാലി, ഈ ചീര കൂട്ടാൻ വച്ചിട്ട് ഒന്നുമില്ല പറഞ്ഞില്ലേ? നിങ്ങൾ തരൂ പാഞ്ചാലി എന്നാ. ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി. എന്നാ ഈ മഹാറാണിക്ക് അവിടേക്ക് തരാൻ ഈ പാത്രം കഴുകിയ വെള്ളമല്ലേ കൃഷ്ണ ഉണ്ടായത്? കൃഷ്ണ, അവിടേക്ക് സന്തോഷാവണേ കണ്ണാതെ വിളിച്ച് ആ പാത്രം കഴുകിയ വെള്ളം ഭഗവാനെ കഴുകി കുടിച്ചു. മുക്കുതുവാ അങ്ങോട്ട് കുട്ടിച്ചില്ലേ ഭഗവാൻ? പാഞ്ചാലി, എന്താ എന്നെ വിളിച്ച് കരുതേ? കൃഷ്ണ, 10,000 സന്യാസിമാർ കുളിക്കാൻ പോയി. ഞാൻ എന്താ വേണ്ടേ? അവർക്ക് ചോറുണ്ടാക്കി കൊടുക്കണം. ഞാൻ എന്താ ദേഹണ്ണക്കാരനാ? എത്ര പേരുണ്ട്? 10,000. നല്ല പാകമായി. 1-2 ഉള്ളെങ്കിൽ നമ്മൾ വിചാരിച്ചാലും പറ്റില്ല. ഈ സ്ത്രീകളൊക്കെ പറയും 2 ദിവസം ഞാൻ കിടപ്പാവട്ടെ, അപ്പം അറിയാം എൻ്റെ വില. നിങ്ങൾ പട്ടിണി കിടന്ന് ചാവും അല്ലേ? എല്ലാ നാട്ടിലും പറയാറില്ലേ? കേൾപ്പിക്കാറില്ലേ? ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചേക്കണാണ്. ഇതേവരെ അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടില്ല. നിങ്ങൾ അറിഞ്ഞു കേട്ടോ? അറിയില്ല. മറ്റേ ആൾ ഭാര്യ കിടപ്പായിരുന്നല്ലോ. ഭർത്താവ് പട്ടിണി കിടന്ന് ഇന്ന് കാലത്ത് വിളിച്ചപ്പോൾ കഴിക്കില്ല. തിരിച്ചുണ്ടായിട്ടുണ്ട്. നന്നായിട്ടല്ലോ എല്ലാവരും പറയുന്നത്. എന്താ വിശേഷം? ഭാര്യ കിടപ്പ, പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ. ഞാൻ പറയുന്നത് കേട്ട് തമാശ തോന്നും. എവിടെയെങ്കിലും സദ്യക്ക് ദേഹണ്ണം സ്ത്രീകളെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ആണുങ്ങളാ. കാരണം എന്താ? നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന ആൾക്കാരാ. ഒരു ദിവസം കാണിച്ചു വിടാൻ പറ്റില്ല. ഒരിക്കൽ വെച്ച് നോക്കുക, ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്. എന്താ ഭാവം എന്നറിയോ? മനസ്സിലായി? പുറത്തേക്ക് ഇറങ്ങണം, കാണിച്ചു തരാം. അതല്ലേ? പുരുഷന്മാര് മാത്രം താമസിക്കുന്ന സ്ഥലത്തൊക്കെ ചെന്ന് നോക്കണം. അവിടെ അറിയാം ഞങ്ങളുടെ വൈഭവം അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മിക്ക ദിവസവും പായസമൊക്കെ വയ്ക്കുക. ഞങ്ങളുണ്ടായിരുന്നു. ഇന്നെന്താ ഇന്ന് പായസം. ഇന്നെന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. പിന്നെന്താ പായസം? പായസം ആയിക്കോട്ടെ എന്ന് വിളിച്ചു. എന്താ വിശേഷമൊന്നുമില്ലാതെ പിന്നെന്താ പായസം? അരി വെച്ചതാണ് പായസമായി. ശർക്കര വാങ്ങി. ഇതെന്താ കൂട്ടാൻ? ഒരു കൂട്ടാൻ പേരില്ലേ? ആദ്യം ഉണ്ടാവുമെന്ന് അറിയട്ടെ, എന്നിട്ട് പേരിടാം. ഇങ്ങനെ ഒരു കൂട്ടം പേരില്ലാത്ത കൂട്ടാനും പായസമൊക്കെ നമ്മൾ വിചാരിച്ചാലും പറ്റും. പക്ഷേ അവിടെ 10,000 പേരാ കുളിക്കാൻ പോയിക്കണേ പാഞ്ചാലി. ഞാൻ എന്താ വേണ്ടേന്നാ? കൃഷ്ണ, അങ്ങ് വിചാരിച്ചാൽ സാധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? കൃഷ്ണ, ഒരാരെ നാരായണ കണ്ണ എന്ന് വിളിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, പാഞ്ചാലി ചെന്ന് വിളിച്ചോളൂ. അവരാരും ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരില്ല. വന്നാൽ ഞാൻ ചോറ് കൊടുക്കുക. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ബഹുരസം. 10,000 പേര് കുളി കഴിഞ്ഞ് കരക്കേറി നിൽക്കുക. എങ്ങനെയാ നിൽക്കണേ? അതെന്നോട് ചോദിക്കരുത്. അങ്ങനെ ഒരു നിൽക്കണമാണ്. അതെന്താ? വയറ് മാത്രമേ ഉള്ളൂ, ആളെ കാണാനില്ല. വെള്ളത്തിലിറങ്ങി മുങ്ങിയപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ വലിയൊരു ഊട്ടുവന. അവിടെ ചില എന്താ അവിടെ നിങ്ങൾ വരാം, ഇങ്ങോട്ട് വരാൻ. നീ അങ്ങോട്ട് നീങ്ങാൻ ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങോട്ട്
ഇവിടെ വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന എന്താ വേണ്ടേ? ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരൂ, ഇവിടെ വരൂ, ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇരിക്കോ, ഇവിടെ ഇരിക്കോ, ഇവിടെ ഇരിക്കേ, എന്റെ കാലിന് പോലെ അമ്മി കിട്ടി തൂക്കിണ്ടോ ഇരിക്കാവിടെ. അതേപോലെ കാട്ടാളത്തിമാരൊക്കെ വരുന്നല്ലോ. വരൂ വരൂ, കറുത്ത വസ്ത്രവും കഴിഞ്ഞ തലമുടിയും ഇരിക്ക. അങ്ങനെ കാട്ടാളത്തിനാണെങ്കിൽ ആളെ സുന്ദരി കേട്ടോ. കേട്ടോ വലിയ എനിക്ക് അങ്ങനെയുള്ള അന്ധവിശ്വാസമൊന്നുമില്ല. എന്താ നീ കൈയ്യിടാറുണ്ടോ എവിടെയെങ്കിലും? ഏതെങ്കിലും ഒരു കൈ ഇടതോ വലതോ വാ, രണ്ട് പതിവില്ല വാ. അവിടെ ഉണ്ടായിരുന്നു. ഇലയിട്ടു കൊണ്ട് വിളമ്പ വിഭവങ്ങൾ സുഖമായിട്ട് ചെറുക്കാൻ ചെറുത് ഗംഭീരായിട്ട് ഇലയിലിട്ടു കൊണ്ട് ഇരിക്കാൻ പറഞ്ഞ ദുർവാസാവിന്റെ ശിഷ്യയാണ്. എടുക്കാൻ പോണോ നിനക്ക്? പൊക്കോളൂ. ഇനി അവിടെ പോവില്ല. ഇവിടുന്ന് എല്ലാവരും അവിടെ തന്നെ സദ്യ കൊണ്ട വിളമ്പലെപ്പിട്ടും മതി. അങ്ങനെ അവസാനം ശ്വാസം കിട്ടണ്ടേ? ചോറ് വേണ്ട, നമ്മള് ചെല്ലട്ടെ. ഓരോ വിഭവങ്ങൾ വിളമ്പുക. കാളൻ 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 ഓലൻ 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 ഓലൻ. എന്താ വിളമ്പാൻ മണിക്കൂറു പേടിക്കേണ്ട ഞാനല്ലേ പറയണം. ഇനി എന്തെങ്കിലും വിളമ്പാതെടുക്കാൻ പോകാണ്ടെങ്കിൽ പോ. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ പാവമായിട്ടുള്ള ആരെ ദ്രോഹിക്കണ എനിക്ക് ഇഷ്ടമല്ല. പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ ഇനി കൈമ പിടിച്ച് വെച്ചോണ്ട് കയ്യിൽ അതോടെ കിടക്കുള്ളൂ. കൊണ്ട് വിളമ്പാ വിഭവങ്ങള് ഉണ്ട് പടം വരെ ഓരോ സാധനം കേമായിട്ടാ. അങ്ങനെ മതി, ചോറ് വേണ്ട, എന്നാ പായസം എടുക്കാം. വലിയ പായസം ഇത് കുറെ കാലം മുമ്പ് ഉണ്ടാക്കിയതാണെന്നുണ്ടല്ലോ ഇത്. ഈ പായസം നല്ല പായസം. ആദ്യമായിട്ട് എങ്ങനെ പറഞ്ഞ കാണുന്നത്. എന്താ ഒഴുകിപ്പോണ വെള്ളം കൂടുതലുണ്ടോ? കൊണ്ടുവിളമ്പാ. അവസാനം പായസം കഴിച്ച് കഴിച്ച് ഇവിടം വരെ പായസം വേണ്ട. അയ്യോ മരുന്നടിച്ചു വീണു. രണ്ടാൾ പുറകെ ചെന്ന് ചാരി എടുത്തു. മുമ്പിൽ വാർപ്പിൽ പായസം ഉണ്ട്. മുക്കാൻ പോകാനും വിചാരിച്ചു. അയ്യോ വായ വിളിച്ചു. അപ്പോൾ വെച്ചു രണ്ട് കയ്യിൽ. അവസാനം വായിൽ പായസം വന്ന് അറിഞ്ഞു. സൂക്ഷിച്ച് നോക്കി വായിലിട്ട്. അപ്പോൾ ഒരു കുമിളം ഒഴുക്കി വന്നു. എന്താ അർത്ഥം? ഒരു തുള്ളി ഇറങ്ങിപ്പോയി. അപ്പോൾ ഒഴിച്ചു രണ്ട് കയ്യിൽ. അവസാനം പായസം ഇറങ്ങണ്ടേ ഒരു തുള്ളി 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 അവസാനം പായസം ഇറങ്ങണ്ടേ ഇറങ്ങാണ്ടോ ഒട്ടും ഇറങ്ങി സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു കുമ്പിള വന്നു. അപ്പോൾ ചുരുങ്ങി. പിന്നെ നോക്കിയപ്പോൾ മഹർഷി കരയേ കരയണമെന്നല്ല, കണ്ണി കൂടെ പാൽപ്പായസം, മറ്റേ കണ്ണി കൂടെ പഞ്ചാര പായസം, ചെവി കൂടെ പഴപ്രഥമൻ. കാത്തിരിക്കണം. അവിടെ വിളമ്പിയ കാര്യം പറഞ്ഞു. അവിടെ അത് ആലോചിച്ചിരിക്കുക. പഴപ്രഥമൻ അവസാനം മൂക്കി കൂടെ മാത്രം കാണാനില്ല. വരിണ്ട് കടുംപായസം അതാ പതുക്കെ വരണേ. പാൽപ്പായസം പോലെ എളുപ്പമല്ല. അത് മാത്രമല്ല ഇത് എത്ര കാലം വേണ്ടി ഇരിക്കുകയും ചെയ്യും. കടുംപായസം ആയതുകൊണ്ട് മറ്റുള്ളത് പോലെ കാണാവുന്നതല്ല. എത്ര കാലം പഴക്കമുള്ളത് ഇനി എനിക്ക് ഒരുപാട് കാലം ഇരിക്കണം. അങ്ങനെ അവസാനം പായസം ഇറങ്ങാണ്ടായപ്പോ ഒരു പ്ലാവില കൊണ്ടുവന്ന് വായിലെ പായസം കോരിക്കളി അടുത്ത പായസം വെച്ച് നടത്തുക. ഇങ്ങനെ മഹർഷിയുടെ മുഖത്തേക്ക് വെക്കുമ്പോൾ നവരസങ്ങളുണ്ട്. പായസം വായിലേക്ക് ഒഴിക്കുമ്പോൾ ശൃംഗാരം, പായസം നിറഞ്ഞാൽ ഹാസ്യം, അത് കഴിഞ്ഞാൽ വീരം, അത് കഴിഞ്ഞാൽ അത്ഭുതം, അവസാനം ശാന്തം. പായസം ഇറങ്ങേണ്ടി. അപ്പോൾ ഒരു പ്ലാവിലെ ഒന്ന് വായിലെ കോരിക്കളി അടുത്ത് വെച്ച് നോക്കുക. ഇങ്ങനെ
ശിഷ്യന്മാരും കൂടി ആ പുഴയിൽ കയറി വരുമ്പോ അവിടെ ദുർവാസാവിന്റെ ശിഷ്യന്മാർ അങ്ങോട്ട് പോവാം, ശിഷ്യന്മാർ അങ്ങോട്ട് പോവാം, ശിഷ്യന്മാരെ സ്വീകരിക്കാൻ അവിടെ നിൽക്കുക. ആരാണ്? ദ്രൗപദിയുടെ ദൂതൻ. എങ്ങടേലും പോവാൻ അവിടെ നിൽക്കാൻ പറ്റണില്ല, ഇതൊക്കെ കഴിച്ചേക്കാണ്. ഓടാൻ പുറപ്പെട്ടു, ചാടാപാടൊക്കെ മറിഞ്ഞടിച്ചു പോകുന്നു. ആദ്യം വീണ ആള് ദുർവാസാവ്. പക്ഷെ അവിടുന്ന് ആലോചിച്ചു, എന്താ ഈ പുഴയുടെ അടിയിലൊരു സദ്യ, ഇപ്പൊ വീണ്ടും സദ്യക്ക് ക്ഷണിക്കണു, ആരോ എന്നെ പറ്റിച്ചു, ഇല്ലേ, ആരാ അത് എന്ന് ആലോചിച്ചപ്പോ മനസ്സിലായി. പ്രവചിന്ധ്യം പ്രജന്മുനി ദിവ്യദൃശ വിജാനൻ നമാമ കൃഷ്ണം പ്രശംസ കൃഷ്ണ പ്രജന്മുനി ഗൗരവമപ്യനിന്ദ്യൽ. ആലോചിച്ചു മഹർഷി, ഈ പുഴയുടെ അടിയിൽ സത്യക്ക് എന്ത് കാരണം? കണ്ണടച്ചപ്പോ മനസ്സിലായി, ഇതെല്ലാം വാസുദേവനായ ശ്രീകൃഷ്ണന്റെ വിദ്യയാണ്. ആ പാത്രത്തിൽ വെച്ച് ഇരയുടെ ഇലയടങ്ങിയ വെള്ളം കണ്ണാന്ന് പറഞ്ഞ് ആ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ഭക്തിയോടുകൂടി ഇഷ്ടത്തോടുകൂടി ആ വെള്ളം, ആ പാത്രം കഴുകിയ വെള്ളം കുടിച്ചിട്ട് എന്നെ ഭഗവാൻ പറഞ്ഞത്, വിശ്വമൂർത്തി അഹം പുരോസ്മി, ത്രൈലോക്യനാഥനായ ഞാൻ തൃപ്തനായി. ഈ ഭഗവാന് തൃപ്തിയായാൽ ലോകം മുഴുവൻ തൃപ്തിയാവും. ഈ ഭഗവാനെ തൃപ്തിയാക്കിയില്ലെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾ തൃപ്തിയാക്കിയാലും അത് തൃപ്തിയാവില്ല. മനസ്സിലായി ദുർവാസാവിന്. പുഴയുടെ അടിയിൽ സദ്യ അല്ലാണ്ടായത്, പുഴയിലെ വെള്ളം കുടിക്കേണ്ടായത് നമ്മളാണ്. ഇതിന് കാരണം ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഇതിന് കാരണം ഈ പോണ ആളാണ്. ആര്? ദ്രൗപദി. ദ്രൗപദി ദ്രൗപദി തിരിഞ്ഞു നോക്കാണ്ട് പോകണുണ്ട്. ദേഷ്യപ്പെട്ട് പോവുക. മനസ്സുകൊണ്ട് ദ്രൗപദി മനസ്സിലാക്കി നമാമ കൃഷ്ണം, ഭഗവാനെ നമസ്കരിച്ചു. പ്രശംസ കൃഷ്ണ, കൃഷ്ണ എന്ന് വിചാരിച്ചു. കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ബലരാമനാണല്ലോ ബലരാമേശ്വര. കൃഷ്ണ എന്ന് വീണ്ടും വിചാരിച്ചപ്പോഴേക്കും ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷം പറഞ്ഞ ആളല്ലല്ലോ. പ്രശംസ കൃഷ്ണ. പാഞ്ചാലിയെ പ്രശംസിച്ചു, ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. കൗരവന്മാരെ ശപിച്ച് ദുർവാസാവും ശിഷ്യന്മാരും കാക്കൽ വീണ് കിടന്ന് കരയണ പാഞ്ചാലിയെ ഭഗവാൻ വാരിയെടുത്തു, കണ്ണീര് തുറച്ചു. സന്തോഷമായില്ലേ? ഇപ്പൊ സന്തോഷമായില്ലേ? ഇനി ആരെയാ വിളിക്കണേ? വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല, ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കണം. സന്തോഷമായില്ലേ? കൃഷ്ണ ഞാൻ എത്ര വിളിച്ചു, എന്താ അവിടുന്ന് വരാൻ കഴിഞ്ഞ്? പാഞ്ചാലി വിളിച്ചപ്പോൾ ഞാൻ പരിധിക്ക് പുറത്തായിരുന്നു. പിന്നെ പാഞ്ചാലി വിളിച്ചത് ദ്വാരകാവാസി മധുരാപതി എന്നൊക്കെ അല്ലേ. ഞാൻ ദ്വാരകയിലും മധുരയിലൊന്നുമല്ല, ഭക്തന്റെ ഹൃദയത്തിലാണ് ഞാൻ. കണ്ടോ, ഭക്തൻ പോണു ഭഗവാൻ പോണു എന്നപ്പോൾ ചെല്ലു, വേഗം ചെല്ലു, ഭക്തന്റെ പുറകെ ചെല്ലു, വേഗം ചെല്ലു. എന്താ ഭഗവാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുന്നത്? അങ്ങനെ ആരും പറയേണ്ടി അവിടെ ഉണ്ട് ഞാൻ. അതുകൊണ്ട് പാഞ്ചാലി എന്നെ കാണണം തോന്നിയാൽ ഹൃദയവാസിനെ വിളിച്ചോളൂ, ആ ഹൃദയത്തിൽ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അല്ലേ. എന്താ പാഞ്ചാലി വിളിച്ചത്? എന്താ കൃഷ്ണ അവിടേക്ക് സന്തോഷാവണേ അല്ലേ? നമ്മളെന്തൊക്കെ പ്രാർത്ഥിക്കാറ്? സന്തോഷാവണേന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? വെളുപ്പാങ്കാലത്ത് അവിടെ പോയി നിൽക്കും. ശാന്തിക്കാരൻ നട തുറക്കുമ്പോൾ ഭഗവാൻ ആദ്യം നമ്മുടെ ദുർമുഖ കാണും. നശിച്ചു പോട്ടായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കും. എന്റെ മാത്രം വേലി കഴിഞ്ഞിട്ടില്ല, എന്റെ മാത്രം വിവാഹം കഴിഞ്ഞില്ല, നടക്കട്ടെ. വ്യത്യാസം പിന്നെയും ചെല്ലും. എന്നാ അത് പോട്ടെ, വ്യത്യാസം പിന്നെയും ചെല്ലും. അപ്പോഴേക്കും അങ്ങനെ എടുത്തോ. ഇതൊക്കെയാണോ പ്രാർത്ഥിക്കുക? ചിലര് പ്രാർത്ഥിക്കാനല്ല, ഒരു ഉണ്ണി ഉണ്ടായി കാണണമെന്ന് മോഹമുണ്ട്, ഒരു കുട്ടി ഉണ്ടാവണം, ഒരു കുഞ്ഞിക്കാരുണ്ടായി കാണണം. ഒരു കുട്ടി ഉണ്ടാവും, ഒരു കുഞ്ഞിക്കാരാവും. വെളുപ്പാങ്കാലത്ത് പ്രാർത്ഥിച്ച് മനസ്സിലാവും. ഇതൊക്കെയാണോ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ഭഗവാന് സന്തോഷമാവണേ. പാഞ്ചാലി പ്രാർത്ഥിച്ചതാ, എൻ്റെ കൃഷ്ണന് സന്തോഷമാവണേ. പാഞ്ചാലി സന്തോഷമായിട്ടോ പറഞ്ഞു. ആ കണ്ണുനീര് തുടച്ച് അനുഗ്രഹത്തിൻ്റെ കെട്ടുകൾ ശിരസിൽ വെച്ച് അക്ഷയപാത്രത്തെ പരിരക്ഷിച്ച് യാതൊരു ഭഗവാൻ വാസുദേവനാണോ ആയവിടെ ഉപസ്ഥിതനായത് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ
നിങ്ങളെ രക്ഷിക്കട്ടെ. കാരുണ്യസിദ്ധുവായ ചതുഷ്കലകളിൽ മഹാനടനായ ഈ വൈക്കത്തപ്പൻ്റെ തിരുമുമ്പിൽ 35ാമത്തെ വർഷമാണ് കൂത്തും പാടവും അവതരിപ്പിക്കാൻ ഞാൻ വരുന്നത്. ഈ വർഷവും ചാക്യാർ കൂത്ത് പരിപാടിക്ക് അവസരമൊരുക്കിയ ദേവസ്വത്തിലെ എല്ലാ അധികാരികളോടും മിഴാവ് വായിച്ച ഗോപികൃഷ്ണനെയും എന്നെയും ഹൃദയം നന്ദി രേഖപ്പെടുന്നു. ഇത്രയും നേരം മനോഹരമായ ശബ്ദ സംവിധാനം ഒരുക്കിയ സൗണ്ട്സിൻ്റെ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വൈക്കത്തപ്പൻ്റെയും അമ്മയുടെയും പാദങ്ങളിൽ കൂത്തി സമർപ്പിച്ചിട്ട് എല്ലാവർക്കും